എത്ര പ്രാവശ്യം കാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കാൻ പോകുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും. അതെ അതെ. ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ഓരോ അനുഭവമാണ്. ഇപ്പോൾ ഈ കബനിയിൽ തന്നെ ഞാനൊരു 10-60 സഫാരികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഓരോ തവണയും കാട് നമുക്ക് അത് നമ്മൾ പോകുന്ന സീസണും വ്യത്യാസമുണ്ടല്ലോ. അതെ നമ്മളിവിടെ അതെ. മഴക്കാലമുണ്ട്, വേനൽക്കാലത്തുണ്ട്, മഞ്ഞുകാലം. അപ്പോൾ അതുപോലെ തന്നെ കാടിൻ്റെ ആ ഒരു സമയത്തുള്ള ഇതും മാറ്റമായിരിക്കും. കാട് ഓരോ സമയത്തും ഓരോ രീതിക്കാണ്. അതുപോലെ നമുക്ക് ഓരോ സമയത്തും കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസാണ്, ഓരോ കാഴ്ചകൾ വ്യത്യസ്തമാണ്. അതുപോലെ പാലക്കാട് നെല്ലിയാമ്പതി ഈ പറഞ്ഞിരിക്കുന്ന സ്ഥിരമായിട്ട് പോകുന്ന 2 കാടുകൾ, ഒന്ന് നെല്ലിയാമ്പതി. അവിടെ നമുക്ക് സഫാരി നമ്മൾ നടന്നിട്ട് പോയിട്ട് എടുക്കുന്നതാണ്, റോഡ് സൈഡിലും പിന്നെ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ പോയി എടുക്കുന്നതാണ്. പിന്നെ സഫാരി റെഗുലറായിട്ട് പോകുന്നത് കബനിയിലാണ്. ആദ്യം ചോദിക്കട്ടെ, ഈ നമ്മൾ ഈ കാട്ടിലേക്ക് പോകുമ്പോൾ ആ. ശരിക്കും നമ്മൾ നഗരത്തിൽ നിന്നാണല്ലോ പോകുന്നത് സ്വാഭാവികമായിട്ടും. എന്തൊക്കെ നമ്മൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? മാക്സിമം നമ്മൾ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാം. താങ്കൾ സംസാരിക്കുമ്പോൾ പോലും പതുക്കെയാണ് സംസാരിക്കുന്നത്. ആ ശീലത്തിന്റെ ഭാഗമായിരിക്കും. ഇപ്പം നമ്മളുടെ മാടായിപ്പാറ, കണ്ണൂർ ജില്ലയാണല്ലോ. മാടായിപ്പാറ ഒരു ഉദാഹരണം എടുക്കാം. ഒരുപാട് ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലമാണത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് പൂക്കൾ പൂത്തല്ലോ, കാക്കപ്പൂവും കൃഷ്ണപ്പൂ അതൊക്കെ പൂത്ത സമയത്ത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് എടുത്തിട്ടു. അതിനുശേഷം ചേട്ടൻ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികളും സഞ്ചികളാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു പ്രകൃതിയിലേക്ക്, ഇപ്പോൾ ഒരു ഫോറസ്റ്റിലേക്ക് തന്നെ പോയി കഴിഞ്ഞാലും മാക്സിമം അവിടെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. ആ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും പറയുന്നതാണ്, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ലീവ് ഓൺലി യുവർ ഫുട് പ്രിൻറ്റ്സ്, ടേക്ക് ദ മെമ്മറീസ് ആൻഡ് ലീവ് ഓൺലി യുവർ ഫുട് പ്രിൻറ്റ്സ് എന്ന്. അപ്പോൾ നമ്മളെ കാൽപ്പാടുകൾ മാത്രം അവിടെ അവശേഷിപ്പിച്ചാൽ മതി. നമ്മളുടെ വേസ്റ്റ് ഒന്നും തന്നെ ഇടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ലാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാട് ഇപ്പം ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ജീവജാലങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ നമ്മൾ അതിന് വേറെ രീതിക്കൊന്നും ചെയ്യുന്നില്ല, ഹാംഫുള്ളായിട്ട് ആ പ്രകൃതിക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഈ ഫോട്ടോഗ്രാഫിയിൽ വൈൽഡ് ലൈഫിൽ ഏറ്റവും കൂടുതൽ വല്ലാത്തൊരു അനുഭവം ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റിയ അനുഭവങ്ങൾ? അത് നല്ലതുകൊണ്ട് മോശമുണ്ട്. ഒരു നല്ല അനുഭവം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോസിന് ഒരു 2 ഇൻ്റർനാഷണൽ അവാർഡ്, അതുപോലെ ഒരു 5-6 നാഷണൽ ലെവൽ അവാർഡും സ്റ്റേറ്റ് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. ആനേൻ്റെ അടുത്ത് നിന്നുള്ള പല ചാർജസ് അനുഭവിച്ചിട്ടുണ്ട്.